ശിക്ഷ ഇന്ന് മലയാളികളുടെ അഭിമാന മനസ്സിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നിർഭയെ പോലൊരു പെൺകുട്ടി നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിർഭയയുടെ അമ്മ പറഞ്ഞതുപോലെ ഇരയല്ല പ്രതിയാണ് ഭയപ്പെടേണ്ടത്. എന്നാൽ ഇന്നിവിടെ നടക്കുന്നത് അതല്ല. ഇരകളെ സൃഷ്ടിക്കുകയാണോ നമ്മുടെ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും? നമുക്ക് ചോദിച്ചറിയാം. ഈ സൗമ്യ വധക്കേസ് ഉണ്ടായ സമയത്ത് തന്നെ നമ്മളെ നീതികൂടം വളരെ വ്യക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജിഷ പോലുള്ള ഇത്തരം ആളുകൾ കുട്ടികൾ ഇന്ന് മരിക്കില്ല എന്നുള്ളതും ഇങ്ങനെ ക്രൂരമായ ഒരു പ്രശ്നത്തിന് ഇട വരില്ല എന്നുള്ളതും എന്തായാലും അയാൾക്ക് നല്ലൊരു ശിക്ഷ വിധിക്കണം. എന്താ കുറ്റവാളീനെ കൈ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കുക, അവർ പെരുമാറിക്കോളൂ, അത്രേ ഉള്ളൂ. ബലാത്സംഗ കേസുകളിൽ പിന്നെ വധശിക്ഷയേക്കാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലിംഗച്ഛേദവും കൈവെട്ടുക എന്നുള്ള ഒരു ഇതാണ്. അല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിയമം ഇങ്ങനെയുള്ള കുറ്റവാളികൾ ശക്തമായിട്ടുള്ള ശിക്ഷ നൽകി മറ്റുള്ളവർക്കൊരു പാഠമാകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയോ ജാതിയോ മതമോ പ്രായമോ ഒന്നും തന്നെ ഇത്തരം പീഡനങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഗോവിന്ദചാമിയെ പോലുള്ളവരെ ജയിലിലേക്ക് സുഖവാസത്തിന് അയക്കുന്ന നിയമങ്ങളും നീതിന്യായ വ്യവസ്ഥകളുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കാരണം. ഇത്തരം നിയമങ്ങളെ നമ്മൾ മാറ്റിക്കുറിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പ്രതികരിക്കാം.